Yes, Makala, good morning. Good evening, okay. Ready? Okay. Live il aalukalokku just ഒന്ന് കമന്റ് ചെയ്തടാ. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഹായ്. റെഡി. ഓക്കെ അല്ലേ? യെസ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഏതാണ്? ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, റെഡി? ഓക്കെ ആണല്ലോ? റെഡി അല്ലേ? യെസ്. എടാ മക്കളെ, അപ്പൊ ഈ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യം അല്ലേ, ആരൊക്കെയാണ് ആ ഡി ബ്ലോക്കിലുള്ള ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിലുള്ള എലമെന്റ്സ് നിർബന്ധമായിട്ടും അറിയേണ്ട ആൾക്കാരാണ്. ആരൊക്കെയാ അതൊന്ന് പറഞ്ഞേ? സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കല്, കോപ്പർ, സിങ്ക്. ആരൊക്കെയാണ് ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിലുള്ള എലമെന്റ്സ്? ആരൊക്കെയാ മക്കളെ പറ? സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ആരൊക്കെയാണെന്നൊരു പറഞ്ഞോ? സ്കാൻഡിയം, ടൈറ്റാനിയം, മുഹമ്മദ് മുസ്തഫ മോനെ, സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. ഓക്കെ, യെസ്. എടാ മക്കളെ, അപ്പം നമ്മളിതാ ഈ ചാപ്റ്ററിലെ മാർക്ക് അങ്ങ് വാങ്ങാൻ പോവാണ്. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഏകദേശം ഒരേ പാറ്റേൺ ആണ് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനുകൾക്ക് നമ്മൾ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ കാണാനുള്ളത്. അപ്പോൾ അതങ്ങോട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം, കുറഞ്ഞ സമയം. ഓക്കെ മക്കളെ, ഈ സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണോ? സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 21 ആണ്. എന്തായിരിക്കും അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയാൻ പറ്റുമോ? എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? യെസ്, 1s2, 2s2, 2p6, 2p6, 3s2, 3p6, 4s2, 3d1. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്ത് എവിടേക്കാണ്? 3d-യിലേക്കാണ്. എന്നാൽ അതിൻ്റെ തൊട്ടുമുമ്പുള്ള ഇലക്ട്രോൺ വന്ന് 4s-ലാണ്. 4s എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഷെല്ലിലെ എസ് എന്നർത്ഥം. 3d എന്ന് പറഞ്ഞാൽ തേർഡ് ഷെല്ലിലെ ഡി ആണ്. അപ്പോൾ നമുക്ക് ഈ കോൺഫിഗറേഷനെ മറ്റൊരു രൂപത്തിൽ എഴുതാം. ഇത്രയും ഭാഗം ഒരു നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ അല്ലേ? ഏതാ നോബിൾ ഗ്യാസ്? ആർഗൺ ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് മുസ്തഫ ആർഗൺ, മുഹമ്മദ് മുസ്തഫ ആർഗൺ 4s2 3d1. ആർഗൺ 4s2 3d1. റെഡിയാണ്? ആർഗൺ 4s2 3d1. അതെന്താ സാറ് 3d ഉള്ളിൽ എഴുതിയേ? ബിക്കോസ് 3d ഇന്നർ ഷെല്ലാണ്, 4s ഫോർത്ത് ഷെൽ ഔട്ടർ ഷെല്ലാണ്. അപ്പം ഇങ്ങനെയാണ് സ്കാൻഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ എഴുതാൻ പറ്റുക. ആർഗൺ 4s2 3d1. ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് 4s, 3d ഇന്നർ ഷെല്ലാണ്. അപ്പം ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ പ്രത്യേകത, nth ഷെല്ലാണ് ഔട്ടർ ഷെല്ലെങ്കിൽ n-1 ഡിയിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. ഇതിനെയാണ് പെനൽറ്റിമേറ്റ് ഡി എന്ന് പറയുക. എന്ത് ഡി എന്ന് പറയുക? പെനൽറ്റിമേറ്റ് ഡി സബ് ഷെൽ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ എന്താ സ്കാൻഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞേ? സ്കാൻഡിയം ആർഗൺ ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗം മാത്രം പറയൂ. യെസ്, ഇറ്റ് ഈസ് 4s2 3d1. എത്ര സ്കാൻഡിയത്തിന് അറ്റോമിക് നമ്പർ? 21. ടൈറ്റാനിയം 22, വെനേഡിയം 23, ക്രോമിയം 24, മാംഗനീസ് 25, അയൺ 26, കൊബാൾട്ട് 27, നിക്കൽ 28, കോപ്പർ 29, സിങ്ക് 30. റെഡിയല്ലേ? ഉണ്ടെന്നില്ല സിങ്കാര്, സിങ്ക് 30. റെഡിയല്ലേ? യെസ്. അപ്പോൾ ടൈറ്റാനിയത്തിൻ്റെ കോൺഫിഗറേഷൻ എന്താ വരിക? സ്കാൻഡിയം 4s2 3d1 അല്ലേ? അപ്പോൾ ടൈറ്റാനിയത്തിൻ്റെ കോൺഫിഗറേഷൻ എന്താ വരിക? യെസ്, ഇറ്റ് ഈസ് 4s2 3d2. വെനേഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ
4s2 3d3. എന്നാൽ ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷൻ ഒന്ന് കമൻറ്റ് ചെയ്യാവോ? മുഹമ്മദ് മുസ്തഫ മോനെ പറയൂ. ക്രോമിയം 24 എന്താ കോൺഫിഗറേഷൻ? ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷൻ 4s1 3d5. 4s1 3d5. റെഡിയാ? മാംഗനീസിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? മാംഗനീസിൻ്റെ കോൺഫിഗറേഷൻ 4s2 3d5. അയൺ 26 എന്താ കോൺഫിഗറേഷൻ? 4s2 3d6. കൊബാൾട്ട് 27 4s2 3d7. നിക്കൽ 28ൻ്റെ കോൺഫിഗറേഷൻ എന്താ? നിക്കൽ 28 യെസ് 4s2 3d8 ആണ്. കോപ്പർ 29 ക്രോമിയം 24 പോലെ തന്നെ ഒരു എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ ആണ് കോപ്പർ 29 ഉള്ളത്. എന്താ കോപ്പർ 29ൻ്റെ കോൺഫിഗറേഷൻ പറയാമോ? കോപ്പർ 29ൻ്റെ കോൺഫിഗറേഷൻ 4s1 3d10. 4s1 3d10. അതുപോലെ സിങ്ക് 30യുടെ കോൺഫിഗറേഷൻ 4s2 3d10. റെഡിയാ? അപ്പോൾ മക്കളെ ഈ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ നിർബന്ധമായും പഠിക്കണം. ആരൊക്കെയാണ് എലമെന്റ്സ് ഓഫ് ദി സീരീസ്? സ്കൂട്ടി വിക്രമൻ ഫിക്കോ നിക്കൂസൻ അല്ലെ? സ്കൂട്ടി വിക്രമൻ ഫിക്കോ നിക്കൂസൻ. ആരാ? സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് അല്ലെ? ആരൊക്കെയാണെന്നൊരു പറഞ്ഞേ. സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. അറ്റോമിക് നമ്പർ എത്ര മുതൽ എത്ര വരെ? 21 to 30. സ്കാൻഡിയം 21 4s2 3d1. ടൈറ്റാനിയം 22 4s2 3d2. So 21d1, 22d2, 23d3, 25d5, 26d6, 27d7, 28d8 and 30d10. There are two exceptions, 24 and 29. 24 is s1d5 and 29 is s1d10. റെഡിയാണോ? മനസ്സിലായില്ല? റെഡിയാണ് മോനെ? മുഹമ്മദ് മുസ്തഫ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, യെസ് 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 യെസ്. ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞേ. ലൈവിലുള്ള ആളുകളൊക്കെ ഒരു ഹായ് പറഞ്ഞേ, ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ, കാണട്ടെ. റെഡിയാ? അപ്പോൾ ആരൊക്കെയാ മക്കളെ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിലുള്ള എലമെന്റ്സ് ഒന്നൊരു പറഞ്ഞോ? സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. കൊബാൾട്ട് 27 എന്താ കോൺഫിഗറേഷൻ? 4s2 3d7. നിക്കൽ 28 4s2 3d8. ടൈറ്റാനിയം 22 4s2 3d2. വെനേഡിയം 23 4s2 3d3. 23d3. മാംഗനീസ് 25 4s2 3d5. റെഡിയല്ലേ? സോ ആ രൂപത്തിൽ നമുക്ക് പറയാവുന്നതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ബട്ട് രണ്ടെണ്ണം എക്സെപ്ഷൻ ആണ്, 24 and 29. ക്രോമിയം 24ന്റെ കോൺഫിഗറേഷൻ 4s1 3d5. കോപ്പർ 29ന്റെ കോൺഫിഗറേഷൻ 4s1 3d10. ക്ലിയർ അല്ലേ? യെസ്. ഇനി എന്താണ് ജനറൽ കോൺഫിഗറേഷൻ ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്? ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? ജനറൽ കോൺഫിഗറേഷൻ ഈ സീരീസിന്റെ കോൺഫിഗറേഷൻ എന്താ വരിക? n-1 d 1 to 10 ns 1 to 2. ശരിയല്ലേ? n-1 d 1 to 10 ns 1 to 2. കാരണം എല്ലാത്തിലും ns2 അല്ല. ns എന്ന് പറഞ്ഞാൽ ഇവിടെ 4s ആണ്. n-1 d എന്ന് പറഞ്ഞാൽ അത് 3d ആണ്. സോ 3d 1 മുതൽ 10 വരെ ഫിൽ ആവുന്നു 4s2 4s1 to 2. So n-1 d 1 to 10 ns 1 to 2. അതാണ് ജനറൽ കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. അതിലൊരു പോയിന്റ് മക്കളെ, നിക്കൽ ഉണ്ടല്ലോ, നിക്കലിന്റെ കോൺഫിഗറേഷൻ എന്താ? നിക്കലിന്റെ കോൺഫിഗറേഷൻ ആർഗൺ 4s2 3d8. നിക്കൽ 28ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗൺ 4s2 3d8. എന്നാൽ നിക്കലിന്റെ തൊട്ട് താഴെയുള്ള എലമെന്റ് ആണ് പെലേഡിയം അല്ലെ? നീ പോടാ ഡാഷ് എന്നാണല്ലോ. നിക്കൽ, പെലേഡിയം, പ്ലാറ്റിനം ആണ് അല്ലേ? അപ്പം നിക്കൽ പെലേഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാ?
പലേഡിയം ഒരു 18 കൂട്ടി കൊടുത്താൽ മതി. 28 ഒരു 18 ആഡ് ചെയ്താൽ മതി, 46. ബിക്കോസ് ആ പീരീഡിൽ there are 18 elements. നിക്കലിന്റെ താഴെയുള്ളത് പലേഡിയം. എന്താ പലേഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? അഞ്ജിത പറയുന്നില്ല. പലേഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു ആർഗൺ 5s2 4d8 ആവുമെന്ന്. ഇതാണ് എക്സ്പെക്റ്റഡ് കോൺഫിഗറേഷൻ ഓഫ് പലേഡിയം 46. But there is a rearrangement in configuration of palladium, and actual configuration of palladium is argon. Argon 5s0 4d10. So the d block element without electron in the outer s orbital is palladium 46. Outermost s orbital electron illata ega d block element, that is palladium 46. The d block element without electron in the outer s orbital is palladium 46. ആരാണ്? palladium 46. എന്താ palladium 46 ന്റെ actual configuration? argon 5s0 4d10. റെഡിയാ? 5s0 4d10. ക്ലിയർ ആണല്ലോ? അപ്പൊ പലേഡിയത്തെ കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ the more correct general configuration of d block elements is n-1 n-1 d 1 to 10 ns0 to 2. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതട്ടോ. ഇത് ശരിക്കും ബെസ്റ്റ് ns0 to 2 ആണ്. ബോർഡ് എക്സാമിന് നമുക്ക് ഏത് എഴുതിയാലും മാർക്ക് കിട്ടും. ns1 to 2 എന്ന് എഴുതിയാലും ഓക്കെ ആണ്, ns0 to 2 എന്ന് എഴുതിയാലും ഓക്കെ ആണ്. ബട്ട് എൻട്രൻസ് എക്സാമുകൾക്ക് 0 to 2 ആണ് മോർ കറക്റ്റ്. പലേഡിയത്തെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് more correct general configuration of d block elements is n-1 d1 to 10 ns0 to 2. ഇത് wrong അല്ല, ഇത് ശരിയാണ്, ഇത് കൂടുതൽ ശരിയാണ്, more correct. ഓക്കെ? ജനറൽ എന്ന് പറയുമ്പോൾ അത് ഒരാളുടെ കോൺഫിഗറേഷൻ ഒഴിവായി പോയാലും കുഴപ്പമൊന്നുമില്ല. എല്ലാവരുടെയും ട്രെൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ജനറൽ ട്രെൻഡ് പറഞ്ഞാൽ മതി. ക്ലിയർ ആണ്? മുഹമ്മദ് മുസ്തഫ, കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി മക്കളെ, ഈ അയോണുകളുടെ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? ഇതാ, ഇപ്പോൾ ഉദാഹരണം നമുക്ക് കൊബാൾട്ട് 3+ കോൺഫിഗറേഷൻ എഴുതണം എന്ന് വിചാരിക്കാം. എങ്ങനെയാണ് കൊബാൾട്ട് 3+ കോൺഫിഗറേഷൻ എഴുതാം? അതിനാദ്യം നിങ്ങൾ കൊബാൾട്ടിൻ്റെ എഴുതണം. കൊബാൾട്ട് എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 27 ആണ്. എന്താ കോൺഫിഗറേഷൻ? ആർഗൺ അങ്ങോട്ടേക്ക്, ആർഗൺ 4s2 3d7. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൊബാൾട്ട് 3+ എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോൺ ഒഴിവാക്കണം. ആദ്യം എഴുതുന്ന ഇലക്ട്രോൺ പോവുക 4s എന്ന്. അതുകൊണ്ട് എങ്ങനെ എഴുതുന്നത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് ആദ്യം അയണൈസ് ചെയ്യുക. സോ ആദ്യം 4s അയണൈസ് ചെയ്യും, എന്നിട്ട് 3d അയണൈസ് ചെയ്യുള്ളൂ. സോ 3 പോകണം. അപ്പോൾ 2 4s എന്നും 1 3d എന്നും എടുത്ത് ഒഴിവാക്കിക്കോ. അപ്പോൾ എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കൊബാൾട്ട് 3+ 3d6 എന്നല്ലേ വരിക? 3d6 എന്ന് പറഞ്ഞാൽ എത്രയാണോ അതിലുള്ള അൺപെയ്ഡ് ഇലക്ട്രോൺസ്. ഡിയിൽ വി ഹാവ് 5 ഓർബിറ്റൽസ്. അപ്പോൾ d6 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ എഴുതുക? 1 2 3 4 5 6. എത്ര അതിലുള്ള അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 4. എന്നിൻ്റെ പേര് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. ഓക്കെ? അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 4. ദർ ആർ അൺപെയ്ഡ് ഇലക്ട്രോൺസ്. അപ്പോൾ പാരാമാഗ്നറ്റിക് ആണെന്നാണ് പറയേണ്ടത്. എന്താ പറയേണ്ടത്? പാരാമാഗ്നറ്റിക്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലെങ്കിലോ ഡയാമാഗ്നറ്റിക്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക്. അതുപോലെ ഒരു സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൂവ്മെന്റ് എന്നൊരു സാധനം ഉണ്ട് അല്ലേ? എന്താ അത് കാണാനുള്ള ഫോർമുല? സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൂവ്മെന്റ് മ്യൂ ഈക്വൽ ടു റൂട്ട് ഓഫ് n ഇൻറ്റു n+2 ബോർ മാഗ്നറ്റോൺ. എന്താണ് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൂവ്മെന്റ് കാണാനുള്ള ഫോർമുല? റൂട്ട് ഓഫ് n ഇൻറ്റു n+2 ബോർ മാഗ്നറ്റോൺ. root of n into n+2 Bohr magneton. So spin only magnetic moment mu equal to root of n into n+2 Bohr magneton. അപ്പോൾ എന്തായിരിക്കണം? ഇതിൻ്റെ മ്യൂയുടെ വാല്യൂ എന്തായിരിക്കും മക്കളെ പറ? ഇയാളുടെ മ്യൂ വാല്യൂ റൂട്ട് ഓഫ് 4 into 4+2 എത്രയത്? റൂട്ട് ഓഫ് 4 into 6 റൂട്ട് 24 which is 4.9 Bohr magneton, 4.9 bm. So once we get number of unpaired electrons, we can find spin only magnetic moment. And the spin only magnetic moment കാണാനുള്ള formula
root of n into n plus 2 Bohr magneton. n ന്റെ പേര് number of unpaired electrons. Clear അല്ലേ? n ന്റെ പേര് എന്താ? Number of unpaired electrons. Yes, very good അഞ്ജിത. മുഹമ്മദ് മുസ്തഫ. ഓക്കെ ആണല്ലോ? റെഡി അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടു, ജനറൽ കോൺഫിഗറേഷൻ കണ്ടു, ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ അയോണുകളുടെ കോൺഫിഗറേഷൻ എഴുതേണ്ട രീതി കണ്ടു, എങ്ങനെയാണ് അയോണുകളുടെ കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? കൊബാൾട്ട് 3+ൻ്റെ കോൺഫിഗറേഷൻ 3d6 ആണ്. ഇതുപോലെ ഏത് മെറ്റൽ അയോണിൻ്റെ കോൺഫിഗറേഷനും നമുക്ക് എഴുതാം. റെഡി? ഇനി എന്തൊക്കെയാണ് ട്രാൻസിഷൻ എലമെൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മക്കളെ? ഇപ്പോൾ നമ്മൾ മാംഗനീസ് എന്ന് പറയുന്ന എലമെൻ്റ് എടുത്താൽ എത്ര? മാംഗനീസിൻ്റെ അറ്റോമിക് നമ്പർ 25 ആണ്. എന്താ കോൺഫിഗറേഷൻ? ആർഗൺ 4s2 3d5. ഇതാണ് കോൺഫിഗറേഷൻ. റെഡി? സാധാരണഗതിയിൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുക ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളാണ് യൂഷ്വലി ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ മാംഗനീസിനെ സംബന്ധിച്ച് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, അതായത് നാലാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളാണ് ഉള്ളത്. സോ ദ മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാ? ട്രാൻസിഷൻ എലമെൻസിൻ്റെ മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. ബട്ട് the point is ns electrons and n-1d electrons have comparable energies, which means n-1d electrons can also be used for bonding. മലയാളത്തിൽ പറഞ്ഞാൽ 4s ഓർബിറ്റലുള്ള ഇലക്ട്രോണുകൾക്കും 3d ഇലക്ട്രോണുകളുടെയും എനർജി കമ്പയറബിൾ ആണ്, ഓൾമോസ്റ്റ് സിമിലർ എനർജിയാണ്. അതുകൊണ്ട് 3dയിലുള്ള ഇലക്ട്രോണുകളെ കൂടെ ബോണ്ടിങ്ങിന് ഉപയോഗിക്കാം. ഇൻ അഡീഷൻ ടു 4s ഇലക്ട്രോൺസ്. സാധാരണ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളാണ് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുള്ളത്. എന്നാൽ മാംഗനീസ് പോലെയുള്ള ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രത്യേകത, they can use their d orbitals or d electrons for bonding. എന്താ കാരണം? ns ഇലക്ട്രോണ്, അതായത് ഔട്ടർ s ഇലക്ട്രോണ്, ആൻഡ് n-1d ഇലക്ട്രോണ് കമ്പയറബിൾ എനർജിയാണ്. സോ ns ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന പോലെ n-1d ഇലക്ട്രോണും ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ മാംഗനീസ് ഏതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കും? ഒരു d ഇലക്ട്രോൺ ഉപയോഗിച്ചാൽ +3, +2 ആണ്. ഇത് 2 ഉപയോഗിച്ചാൽ, ഒരു d ഉപയോഗിച്ചാൽ +3, അടുത്ത് 2 ഉപയോഗിച്ചാൽ +4, +5, 3 ഉപയോഗിച്ചാൽ, 4 ഉപയോഗിച്ചാൽ +6, യെസ് 5 ഉപയോഗിച്ചാലോ +7. അപ്പോൾ ഏതാ മാംഗനീസ് കാണിക്കുന്ന ഏറ്റവും ഉയർന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ്? +7 ആണ്. എന്ന് കരുതി അയൺ, തൊട്ടടുത്ത എലമെൻ്റ് ആയിട്ടുള്ള അയൺ ഉണ്ടല്ലോ, എത്രയാ? അയണിൻ്റെ അറ്റോമിക് നമ്പർ 26 ആണ്. ആർഗൺ 4s2 3d6 എന്ന് എഴുതി അയണിന് പരമാവധി 8 വരെ കാണിക്കാം എന്ന് നമുക്ക് പറയാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ +8 സ്റ്റേറ്റിൽ അയണിൻ്റെ കോമ്പൗണ്ടുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. സോ ദ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഷോൺ ബൈ എ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് എലമെന്റ് മാംഗനീസ്. എത്രയാണത്? ഇറ്റ് ഈസ് +7 ബൈ മാംഗനീസ്. ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഷോൺ ബൈ എ 3d സീരീസ് എലമെന്റ് ഓർ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് എലമെന്റ് +7 ബൈ മാംഗനീസ്. മാംഗനീസ് ആണ് ഫസ്റ്റ് സീരീസിൽ ഏറ്റവും ഉയർന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്, ആൻഡ് ദാറ്റ് ഈസ് +7. അയണിന് +8 സ്റ്റേറ്റിൽ കോമ്പൗണ്ടുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. സോ അയൺ +8 സ്റ്റേറ്റിൽ കോമ്പൗണ്ട് ഫോർമേഷൻ ഇതുവരെ ഒബ്സർവ്ഡ് അല്ല. എന്നാൽ പീരിയോഡിക് ടേബിളിൽ അയണിൻ്റെ തൊട്ട് താഴെയുള്ള 2 എലമെന്റ്സ് ആണ് റുത്തീനിയം ആൻഡ് ഓസ്മിയം. ആരൊക്കെ? റുത്തീനിയം ആൻഡ് ഓസ്മിയം they form tetroxides. Ruthenium and osmium form tetroxides. Tetroxide എന്ന് പറയുമ്പോൾ എത്ര ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നറിയോ? +8 ആണ്. +8. So the highest oxidation state shown by a transition series element എന്ന് ചോദിച്ചാൽ the answer is +8 by ruthenium and osmium in their tetroxides. ക്ലിയർ അല്ലേ?
ക്ലിയർ അല്ലേ? ഓക്കെ. എന്നാൽ ഫസ്റ്റ് സീരീസിൽ ഏറ്റവും ഉയർന്ന സ്റ്റേറ്റ് +7 ആണ്. ആരാ കാണിക്കുന്നത്? മാംഗനീസ്. എന്നാൽ ട്രാൻസിഷൻ സീരീസിൽ ഏറ്റവും ഉയർന്ന സ്റ്റേറ്റ് +8 ആണ്. പീരിയോഡിക് ടേബിളിൽ തന്നെ +8 ആണ്. ആരാ അത് കാണിക്കുന്നത്? അയണിന്റെ താഴെ വരുന്ന റുത്തീനിയവും ഓസ്മിയോ ആണ് +8 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് അവരുടെ ടെട്രോക്സൈഡുകളിൽ. റെഡി? ഇനി മക്കളെ, റൈറ്റ് എനി 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഏതെങ്കിലും 4 ഫീച്ചേഴ്സ് എഴുതാൻ പലപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോ ഒരു മിനിമം 4 എണ്ണെങ്കിലും എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. ഒന്ന്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം. എനി 4 ഫീച്ചേഴ്സ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് ചോദിച്ചാൽ ഒന്ന്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്താണോ അതിനുള്ള റീസൺ? എന്തുകൊണ്ടാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? അത് നിങ്ങൾ പഠിക്കണം. എന്താണ്? NS and N-1D ഇലക്ട്രോൺസ്, അതായത് 4s and 3D ഇലക്ട്രോൺസ് have comparable energies. Okay. So, in the N-1D electrons can also be used for bonding. N-1D ഇലക്ട്രോൺസിനെ കൂടെ എന്തിനു ഉപയോഗപ്പെടുത്താം? ബോണ്ടിങ്ങിന് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു, ശരിയാണ്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്താണ് പറഞ്ഞത്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് എഴുതാൻ പറയും. മിനിമം ഒരു 4 എണ്ണെങ്കിലും എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. ഒന്നാമത്തത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. റെഡിയല്ലേ? 2, കാറ്റലിറ്റിക് ആക്ടിവിറ്റി. ഇപ്പോൾ ഹാബർ പ്രോസസ്സിൽ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നു, അയൺ കാറ്റലിസ്റ്റിലെ. അതുപോലെ കോണ്ടാക്ട് പ്രോസസ്സിൽ വെനേഡിയം പെൻഡോക്സൈഡ്, ഓസ്വാൾഡ് പ്രോസസ്സിൽ പ്ലാറ്റിനം ഓർ റുത്തീനിയം ഒക്കെ ഉപയോഗിക്കുന്നു, റോഡിയം ഉപയോഗിക്കുന്നു. സോ ഈ രൂപത്തിൽ ട്രാൻസിഷൻ എലമെന്റ്സ് പല റിയാക്ഷൻസിലും കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. എന്താണ് അവരുടെ കാറ്റലിറ്റിക് ആക്ടിവിറ്റിക്കുള്ള മെയിൻ റീസൺ? മെയിൻ റീസൺ എന്താന്ന് ചോദിച്ചാൽ, ആ സർഫസ് ഒരു ആക്റ്റീവ് സർഫസ് ആണ്. അതിലുപരി ആ മെറ്റൽ സർഫസിന്, കാറ്റലിറ്റിക് സർഫസിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഡോപ്റ്റ് ചെയ്യാൻ കഴിയും. വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റേറ്റിലുള്ള ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ സാധ്യമാണ് എന്നുള്ളതൊക്കെയാണ് കാറ്റലിറ്റിക് ആക്ടിവിറ്റിയുടെ മെയിൻ റീസൺ. സോ മെയിൻ റീസൺ നിങ്ങൾ പറയേണ്ടത് എബിലിറ്റി ടു അഡോപ്റ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇതാണ് മെയിൻ റീസൺ. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, കാറ്റലിറ്റിക് ആക്ടിവിറ്റി. ഒന്നാമത്തെ എന്തായിരുന്നു പറഞ്ഞാൽ? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അത് റീസണും പോയിന്റും ആയിട്ട് പഠിച്ചു നോക്കണം കേട്ടോ. പോയിന്റ് റീസൺ എന്ന് പറഞ്ഞ രൂപത്തിൽ പഠിച്ചു നോക്കണം. ഓക്കെ. എന്നാൽ മൂന്നാമത്തെ അതേപോലെ ഒരു പ്രോപ്പർട്ടിയുടെ പറയാം. എന്താ മൂന്നാമത്തത്? അലോയ് ഫോർമേഷൻ. Brass is an alloy of copper and zinc. Bronze is an alloy of copper and tin. Okay. Alloy formation ഉള്ള main reason similarity in size. Almost similar size ഉണ്ട് എന്നുള്ളതാണ് അലോയ് ഫോർമേഷൻ ഉള്ള കാരണം. അലോയ് ഫോർമേഷൻ. അപ്പോൾ 3 ജനറൽ ഫീച്ചർ ഞാൻ പറഞ്ഞു. ഒന്നാമത്തത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കാറ്റലിറ്റിക് ആക്ടിവിറ്റി, അലോയ് ഫോർമേഷൻ. 4, ഫോർമേഷൻ ഓഫ് കളേർഡ് കോമ്പൗണ്ട്സ്. ഈ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണ്? DD ട്രാൻസിഷൻ.
DD transition. റെഡിയാണോ? ഫോർമേഷൻ ഓഫ് കളേർഡ് കോമ്പൗണ്ട്സ്. മെയിൻ റീസൺ DD ട്രാൻസിഷൻ ആണ്. റെഡി? എന്താണ് ഈ DD ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ? എന്താ ഈ DD ട്രാൻസിഷൻ? നോക്കൂ, ശ്രദ്ധിക്കണേ. DD ട്രാൻസിഷൻ ഇപ്പോ ടൈറ്റാനിയത്തിന്റെ ക്ലോറൈഡ് TiH2O 6 times Cl3. ഇറ്റ് ഈസ് വയലറ്റ് ഇൻ കളർ. ഇതിലേതാ മെറ്റൽ അയോൺ അവൈലബിൾ ആയിട്ടുള്ള? ക്ലോറിൻ -1 ആണല്ലോ, H2O 0, അപ്പോൾ ടൈറ്റാനിയം 3+ ആണ്. ടൈറ്റാനിയം ഏത് സ്റ്റേറ്റിലാണ്? 3+. എന്താണ് ഈ ടൈറ്റാനിയം 3+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ടൈറ്റാനിയം 22 ആണ്, 4s2 3d2. അപ്പോൾ ടൈറ്റാനിയം 3+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d1 ആണ്, 3d1. എന്നാലേ വാട്ടർ മോളിക്യൂൾസ് ആണ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ വാട്ടർ മോളിക്യൂൾസ് ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒക്ടാഡ്രൽ ഫീൽഡിൽ ലിഗാൻഡ്സ് അണ്ടർഗോ സ്പ്ലിറ്റിംഗ്, ഡി ഓർബിറ്റൽസ് അണ്ടർഗോ സ്പ്ലിറ്റിംഗ്, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. നിങ്ങൾ കോർഡിനേഷനിൽ പഠിച്ചല്ലോ. അപ്പോൾ ടൈറ്റാനിയം 3+ലെ ഡി ഓർബിറ്റൽ ഈ രൂപത്തിൽ സ്പ്ലിറ്റ് ആവും. അപ്പോൾ എവിടേക്കായി ഇലക്ട്രോൺ എൻ്റർ ചെയ്യുക? D1 അല്ലേ? ലോവർ എനർജി ഡിയിൽ. അപ്പോൾ ഈ ലോവർ എനർജി ഡിയിൽ നിന്ന് ഹയർ എനർജി ഡിയിലേക്കുള്ള ഈ ട്രാൻസിഷൻ ബൈ അബ്സോർബിംഗ് വേവ് ലെങ്ത് ഫ്രം വിസിബിൾ റീജിയൻ, ദാറ്റ് ഈസ് കോൾഡ് DD ട്രാൻസിഷൻ. ആൻഡ് അബ്സോർബ്ഡ് വേവ് ലെങ്ത്തിന്റെ കോംപ്ലിമെന്ററി കളർ ആയിരിക്കും ഒബ്സർവ്ഡ് കളർ. സോ DD ട്രാൻസിഷൻ നടക്കണമെങ്കിൽ എന്തുണ്ടാവണം? ഇതുപോലെ ലോവർ എനർജി ഡിയിൽ നിന്ന് ഹയർ എനർജി ഡിയിലേക്കുള്ള ഇലക്ട്രോണിക് ട്രാൻസിഷൻ ബൈ അബ്സോർബിംഗ് വേവ് ലെങ്ത് ഫ്രം വിസിബിൾ റീജിയൻ, ദാറ്റ് ഈസ് കോൾഡ് DD ട്രാൻസിഷൻ. സോ DD ട്രാൻസിഷൻ നടക്കണമെങ്കിൽ ദർ ഷുഡ് ബി പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ. നോക്കൂ, ഇവിടുന്ന് ചാടാൻ ഇങ്ങോട്ട് ചാടാൻ ആള് വേണം. അതുപോലെ D10 DD നടക്കില്ല. D10 കോൺഫിഗറേഷനിൽ DD ട്രാൻസിഷൻ നടക്കില്ല. എന്തുകൊണ്ടാ? ഫുള്ളി ഫിൽഡ് ആവും, എല്ലാം ഫിൽഡ് ആവും, ചാടാൻ സ്ഥലമില്ല. അതുപോലെ D0 DD നടക്കില്ല. അപ്പോൾ D0 and D10 ആർ കളർലെസ് കോൺഫിഗറേഷൻസ്. D0 and D10 ആർ കളർലെസ് കോൺഫിഗറേഷൻസ്. എന്നാൽ D1 to 9 കളേർഡ് ആണ്. ഓക്കെ, D1 to 9 കളേർഡ് ആണ്. D0 to D10, D0 and D10 കളർലെസ്, DD ട്രാൻസിഷൻ പോസിബിൾ അല്ല. D1 to 9 കളേർഡ് ആണ്. റെഡി? ഒരു എക്സാമ്പിൾ നോക്കി. ഇപ്പൊ നമുക്ക് എഴുതാം Zn2+. കളേർഡ് ആണോ? കളർലെസ് ആണ്. സിങ്ക് എന്ന് പറയുമ്പം 4s2 3d10. അപ്പോൾ Zn2+ 3d10 കളർലെസ് ആണ്, കളർലെസ്. റെഡി? എന്നാൽ മറ്റൊരു അയോൺ മാംഗനീസ് 2+, എന്താ ഒരു കോൺഫിഗറേഷൻ? മാംഗനീസ് 4s2 3d5 ആണ്. അപ്പോൾ രണ്ടെണ്ണം പോയാൽ 3d5 കളേർഡ്. D1 to 9 ആണ് കളേർഡ്. Fe2+, 3d6 കളേർഡ്. റെഡിയാ? സ്കാൻഡിയം 3+, സ്കാൻഡിയം 4s2 3d1 ആണ്. അപ്പോൾ സ്കാൻഡിയം 3+ എന്ന് പറഞ്ഞാൽ 3d0, നോ ഇലക്ട്രോൺ, 3d0 കളർലെസ്. അപ്പോൾ കളേർഡ് ആണോ കളർലെസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ ഈ ഡി കോൺഫിഗറേഷൻ നോക്കുക. നമ്മൾ അക്വസ് മീഡിയത്തിലാണ് ചെക്ക് ചെയ്യുക. ബിക്കോസ് അക്വസ് മീഡിയത്തിൽ വാട്ടർ മോളിക്യൂൾ ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യും. ലിഗാൻഡിൻ്റെ പ്രസൻസിലെ ഈ സ്പ്ലിറ്റിംഗ് ഉള്ളൂ. വാട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ലിഗാൻഡ് ഉണ്ടായിരിക്കണം, എന്നാലേ സ്പ്ലിറ്റിങ്ങും DD ട്രാൻസിഷനും ഒക്കെ നടക്കുകയുള്ളൂ. റെഡിയാണല്ലോ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ ഇതാണ് കോൺഫിഗറേഷൻ. ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. അങ്ങനെയാണ് ഇതാ ക്വസ്റ്റ്യൻ നോക്കൂ. ട്രാൻസിഷൻ എലമെന്റ്സ് ആർ D block elements. Write any 4 characteristic properties of transition elements. പറയും ഏതെങ്കിലും 4 പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. അതപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചല്ലോ, ആ 4 എണ്ണം എഴുതി കൊടുക്കും കേട്ടോ. 4 കൂടുതൽ നിങ്ങൾ പഠിക്കാം. കോംപ്ലക്സ് ഫോർമേഷനും ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട് ഫോർമേഷനും ഒക്കെ ഉണ്ട്. ഒന്നാമത്തത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്താ റീസൺ? ns electrons and n-1 d electrons have comparable energies. So n-1 d electrons can also be used for bonding. Ready? രണ്ടാമത്തത്
catalytic activity. Reason and the ability to adopt variable oxidation state. Alloy formation, similarity in size ആണ്. Then formation of colored compounds. Formation of colored compounds. Reason DD transition. Ready? So what is DD transition? Electronic transition from lower energy d orbital to higher energy d orbital by absorbing wavelength from visible region. Ready? So there should be partially filled d orbital. Clear? Yes. Now this transition elements in the configuration. This question clear? Transition elements are d block elements and write any 4 characteristics of transition elements. Settle? Okay. Yes. Parada makla okay alle? Ready? Yes. Angana adutha question nokku. Transition elements are d block elements with some exceptions. Usually they are paramagnetic and they show variable oxidation states. They and their compounds show catalytic activity. Namakkariyunna question thanne parno. Parayu. And the A question. Zinc is not a transition element, though it is a d block element. Why? And the zinc is a transition element alla. അയാൾ എന്ത് എലമെന്റ് ആണ്? ഡി ബ്ലോക്ക് എലമെന്റ് ആയിട്ടും എന്തേ അയാൾ ട്രാൻസിഷൻ എലമെന്റ് അല്ലാത്തത്? അപ്പൊ ട്രാൻസിഷൻ എലമെന്റിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. മക്കളെ, ട്രാൻസിഷൻ എലമെന്റ് എന്ന് പറഞ്ഞാല് എങ്ങനെയുള്ള എലമെന്റാ? അയാൾക്ക് എന്തുണ്ടായിരിക്കണം? പാർഷ്യലി ഫിൽഡ് d orbital in its ground state or in any of its oxidation states. ട്രാൻസിഷൻ എലമെന്റ് അയാൾ എങ്ങനെയുള്ള എലമെന്റ് ആണ്? അയാൾക്ക് എന്തുണ്ട്? പാർഷ്യലി ഫിൽഡ് d subshell. In its ground state or in any one of its oxidation state. Partially filled d subshell എന്ന് പറഞ്ഞാൽ D1 to 9, D0 D10 പറ്റില്ല. D1 to 9 ഏതെങ്കിലും ഒരു കോൺഫിഗറേഷൻ ഗ്രൗണ്ട് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിലോ ഉണ്ടായിരിക്കണം. എനി വൺ ഓഫ് ഇറ്റ്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. അപ്പോൾ നമുക്ക് നേരത്തെ 3D സീരീസിലെ ഈ എലമെന്റ്സ് ആരൊക്കെ ആയിരുന്നു? സ്കാൻഡിയം ഗ്രൗണ്ട് സ്റ്റേറ്റ് തന്നെ D1 ഉണ്ട്, ട്രാൻസിഷൻ എലമെന്റ്. ടൈറ്റാനിയം ഗ്രൗണ്ട് സ്റ്റേറ്റിന് D2 ആണ്, ട്രാൻസിഷൻ എലമെന്റ്. വെനേഡിയം ഗ്രൗണ്ട് സ്റ്റേറ്റിന് D3 ആണ്, ട്രാൻസിഷൻ എലമെന്റ്. D5 D6 D7 D8 ഇവരൊക്കെ ട്രാൻസിഷൻ എലമെന്റ്സ്, ഒരു ഡൗട്ടും ഇല്ല. കാരണം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ തന്നെ എന്തുണ്ട്? പാർഷ്യലി ഫിൽഡ് D. അപ്പോൾ രണ്ടാളെ കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ. ഒന്ന് കോപ്പർ ഗ്രൗണ്ട് സ്റ്റേറ്റ് D10, സിങ്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ D10. അവർ രണ്ടുപേരെയും ഒന്ന് ചെക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് ആരെ എടുക്കാം? ആദ്യം കോപ്പർ എടുക്കാം. ആരെ എടുക്കാം? കോപ്പർ. മക്കൾ നോക്കൂ, കോപ്പറിന് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എന്താ കോൺഫിഗറേഷൻ? ആർഗൺ 4s1 3d10. അപ്പോൾ കോപ്പറിന് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ പാർഷ്യലി ഫിൽഡ് D ഇല്ല. ഏതൊക്കെ അവൻ കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്? ഒന്ന് +1. ഏതാ +1 സ്റ്റേറ്റിൽ അവൻ്റെ കോൺഫിഗറേഷൻ? 3d10. അപ്പോഴും പാർഷ്യലി ഫിൽഡ് D ഇല്ല. ബട്ട് കോപ്പർ ഷോസ് +2 സ്റ്റേറ്റ് ഓൾസോ. അവിടെ എത്ര കോൺഫിഗറേഷൻ? 3d9, which is partially filled D. So copper has got partially filled D configuration in +2 state. So it is considered as a transition element. Copper is a transition element. Transition element ആവാൻ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ തന്നെ പാർഷ്യലി ഫിൽഡ് D വേണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഉണ്ടായാലും മതി. സോ കോപ്പറിൻ്റെ മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +2. ഓക്കെ, +1 അല്ല, +2. ആൻഡ് അവിടെ പാർഷ്യലി ഫിൽഡ് D ഉണ്ട്. സോ ഇറ്റ് ഈസ് എ ട്രാൻസിഷൻ എലമെന്റ്. എന്നാൽ സിങ്കോ മക്കളെ, സിങ്കിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ കോൺഫിഗറേഷൻ 4s2 3d10 and zinc shows
only one oxidation state. Zinc ഒരൊറ്റ oxidation state കാണിക്കുന്നുള്ളൂ, and that is +2. അപ്പോൾ വേരിയബിൾ സ്റ്റേറ്റ് കാണിക്കാത്ത ആളാണ് സ്കാൻഡിയവും സിങ്കും ഒക്കെ. സ്കാൻഡിയം +3 മാത്രമേ കാണിക്കുള്ളൂ, സിങ്ക് +2 മാത്രം. റെഡിയാ? സിങ്കിന് +2 സ്റ്റേറ്റിൽ എന്താ കോൺഫിഗറേഷൻ പറഞ്ഞ മക്കളെ? 3d10. ഇവിടെയില്ല, ഇവിടെയില്ല. എന്തില്ല? പാർഷ്യലി ഫിൽഡ് ഡി ഇല്ല. സോ സിങ്ക് ഇസ് നോട്ട് എ ട്രാൻസിഷൻ എലമെന്റ്, ബട്ട് ഇറ്റ് ഈസ് എ ഡി ബ്ലോക്ക് എലമെന്റ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, സിങ്ക് ഇസ് നോട്ട് എ ട്രാൻസിഷൻ എലമെന്റ്, though it is a d block element. Why? Because zinc has partially filled d orbital in its ground state and in oxidation states. And oxidation stateilum, അതായത് combined stateilum ground stateilum partially filled d ഇല്ല, fully filled d ആണ് ഉള്ളത്. Zinc has fully filled d subshell in its ground state and in combined state. Okay? Yes. Next, B question. Which is more paramagnetic? Fe2+ ആണോ Fe3+ ആണോ more paramagnetic? പറയൂ, എന്താ ചെയ്യേണ്ട? Fe2+ ആണോ Fe3+ ആണോ more paramagnetic? more unpaired electrons ഉണ്ട്, more paramagnetic. Feന്റെ കോൺഫിഗറേഷൻ എന്താ? ആർഗൺ അയൺ 26 ആണ്, ആർഗൺ 4s2 3d6. അപ്പോൾ Fe2+ പറഞ്ഞാലോ, Fe2+ പറഞ്ഞാൽ 4s 2 അങ്ങ് പോയി 3d6. Fe3+ എന്ന് പറഞ്ഞാലോ 3d5. 3d6 എന്ന് പറഞ്ഞാൽ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടാവുമോ? 3d6 എന്ന് പറഞ്ഞാൽ 1 2 3 4 5. d6ൽ 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ്. d5 എന്ന് പറഞ്ഞാൽ 5 ഓർബിറ്റൽ എല്ലാത്തിലും ഓരോന്നായിട്ടല്ലേ നിൽക്കുക. അപ്പോൾ എത്ര നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്? 5. So which is more paramagnetic? Fe3+. Why? Because it has more number of unpaired electrons. Ready അല്ലേ? കൂടുതൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് കൂടുതൽ പാരാമാഗ്നറ്റിക് ആണ്. സെറ്റ് അല്ലേ? ഓക്കെ, കൂടുതൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് കൂടുതൽ പാരാമാഗ്നറ്റിക് ആണ്. ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. റെഡിയാണോ? പറയൂ. യെസ്, ക്ലിയർ ആണ്? യെസ്. അതിലെന്താ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ബി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. വൈ ഡു ട്രാൻസിഷൻ എലമെന്റ്സ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്? എന്താ പറയണ്ട? ns electrons and n-1 d electrons have comparable energies. So n-1 d electrons can also be used for bonding. Ready? And what is the reason for their catalytic activity? Ability to adopt variable oxidation state. അതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സെറ്റ് അല്ലേ? റെഡി അല്ലേ? യെസ്. അങ്ങനെയാണ് അടുത്തത്. പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് is an orange colored crystal and is an important compound used as an oxidant in many reactions. How do you prepare K2Cr2O7 from chromite ore? How do you prepare K2Cr2O7 from chromite ore? Chromite ore il ninnu potassium dichromate എങ്ങനെ പ്രിപ്പയർ ചെയ്യും? റെഡിയാണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ക്രോമൈറ്റ് ഓറിൽ നിന്ന് പൊട്ടാഷ്യം ഡൈക്രോമേറ്റിൻ്റെ പ്രിപ്പറേഷൻ. സോ പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ഫ്രം ക്രോമൈറ്റ് ഓർ, അതിന് 3 സ്റ്റെപ്പുകളാണ് ഉള്ള. ഒന്ന്, കൺവേർഷൻ ഓഫ് ക്രോമൈറ്റ് ഓർ. ക്രോമൈറ്റ് ഓറിനെ സോഡിയം ക്രോമേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കൺവേർഷൻ ഓഫ് ക്രോമൈറ്റ് ഓർ ടു സോഡിയം ക്രോമേറ്റ്. എൻ്റെ കൂടെ തന്നെ എഴുതിക്കോളൂ. കൺവേർഷൻ ഓഫ് ആരെ? സോഡിയം ക്രോമൈറ്റ് ഓർ ടു സോഡിയം ക്രോമേറ്റ്. എന്താണ് ഈ ക്രോമൈറ്റ് ഓർ എന്ന് പറഞ്ഞാൽ? ക്രോമൈറ്റ് ഓർ എന്ന് പറഞ്ഞാൽ FeO + Cr2O3 ഒരു ഓക്സൈഡ് മിക്സ്ചറാണ്. ഇതിൻ്റെ ഫോർമുല അപ്പം എന്താ എഴുതാം? FeCr2O4. FeCr2O4 എന്താണ്? പറയുന്നില്ല. FeCr2O4. FeCr2O4. അപ്പോൾ ഈ FeCr2O4 ഫസ്റ്റ് സ്റ്റെപ്പിൽ ക്രോമൈറ്റ് ഓർ FeCr2O4 it is fused with sodium carbonate in presence of air.
fused with sodium carbonate in presence of air. അപ്പോൾ എന്താ കിട്ടാന്നറിയോ? ക്രോമിയം ക്രോമേറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. ആരാത്? Na2CrO4 സോഡിയം ക്രോമേറ്റ് പ്ലസ് അയൺ Fe2O3 ആയിട്ട് മാറും, ഫെറിക് ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്, എസ്കേപ്പ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്, എസ്കേപ്പ് ചെയ്യും. Fe2O3 ഇൻസോളബിൾ, എന്നാൽ സോഡിയം ക്രോമേറ്റ് സോളബിൾ. അപ്പോൾ മക്കളെ ഈ റിയാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളുകളാണ് നമ്മുടെ കയ്യിലുള്ള, ഒന്ന് സോഡിയം ക്രോമേറ്റും അടുത്ത Fe2O3. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്, എസ്കേപ്പ് ചെയ്തു. ആൻഡ് ഈ മിക്സറിൽ നിന്ന് സോഡിയം ക്രോമേറ്റിനെ സെപ്പറേറ്റ് ചെയ്യാം ബൈ ഫിൽട്രേഷൻ. കാരണം Fe2O3 ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കാം. Fe2O3 is insoluble, ഫിൽട്രേഷനിലൂടെ എടുത്ത് ഒഴിവാക്കാം. സോ വിൽ ഗെറ്റ് സോഡിയം ക്രോമേറ്റ് സൊല്യൂഷൻ. സോഡിയം ക്രോമേറ്റ് സൊല്യൂഷൻ വിച്ച് ഇസ് യെല്ലോ, സോഡിയം ക്രോമേറ്റ് സൊല്യൂഷൻ. ആൻഡ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് ക്രോമൈറ്റ് ഓർ ടു സോഡിയം ഡൈക്രോമേറ്റ്. കൺവേർഷൻ ഓഫ് ക്രോമൈറ്റ് ഓർ അല്ല, കൺവേർഷൻ ഓഫ് സോഡിയം ക്രോമേറ്റ് ടു എന്താണ്? സോഡിയം ഡൈക്രോമേറ്റ്. സോഡിയം ക്രോമേറ്റിനെ സോഡിയം ഡൈക്രോമേറ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. സോഡിയം ഡൈക്രോമേറ്റ്. റെഡി? അതിലെന്താ ചെയ്യേണ്ടത്? സോഡിയം ക്രോമേറ്റ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? Na2CrO4. ഈ സൊല്യൂഷൻ നമ്മൾ അസിഡിഫൈ ചെയ്യാൻ പോവാം. അസിഡിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലേക്ക് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും. അപ്പോൾ സോഡിയം ക്രോമേറ്റ് സോഡിയം ഡൈക്രോമേറ്റ് ആയിട്ട് ടേൺ ചെയ്യും, Na2Cr2O7 പ്ലസ് അടുത്തൊരു പ്രോഡക്റ്റ് സോഡിയം സൾഫേറ്റ്. സോഡിയം സൾഫേറ്റ്. എടാ ഇവിടെ നേരത്തെ നമുക്ക് കിട്ടിയ രണ്ടാളുകളിൽ ഒരാൾ സോളബിളും മറ്റേ ആൾ ഇൻസോളബിളും ആയിരുന്നു. ഇൻസോളബിൾ കമ്പോണന്റ് ഫിൽട്ടർ ചെയ്ത് റിമൂവ് ചെയ്യാം. എന്നാൽ ഇവിടെ രണ്ടുപേരും സോളബിൾ ആൻഡ് Na2SO4 is less soluble. അരെ less soluble. So sodium sulfate less soluble sodium sulfate can be separated or can be removed by fractional crystallization. ഏതാ മെത്തേഡ്? ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷൻ. സോഡിയം സൾഫേറ്റിനെ റിമൂവ് ചെയ്യാം ആസ് ഗ്ലോബൽ സോൾട്ട് Na2SO4.10H2O. ഓക്കെ, റെഡി? ഇനി മക്കളെ, അപ്പോൾ സോഡിയം സൾഫേറ്റ് റിമൂവ് ചെയ്താൽ നമ്മുടെ കയ്യിലുള്ള സോഡിയം ഡൈക്രോമേറ്റ് സൊല്യൂഷൻ. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് കൺവേർഷൻ ഓഫ് ആര്? സോഡിയം ഡൈക്രോമേറ്റ് to potassium dichromate. സോഡിയം ഡൈക്രോമേറ്റിനെ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ആക്കി ടേൺ ചെയ്യുന്ന സ്റ്റെപ്പാണ്. അതിനെന്ത് ചെയ്താൽ മതി? ആ പൊട്ടാഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്താൽ മതി. സോഡിയം ഡൈക്രോമേറ്റ് സൊല്യൂഷനിലേക്ക് പൊട്ടാഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്താൽ വി ഗെറ്റ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ആൻഡ് NaCl. ഇതിൽ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ലെസ് സോളബിൾ, sodium chromate highly soluble. So we can separate potassium dichromate crystals from this mixture by fractional crystallization and we'll get orange crystals of potassium dichromate. Orange crystals of ആര് മക്കളെ പറ? potassium dichromate. അപ്പോൾ ഈ മൂന്ന് സ്റ്റെപ്പ് എൻ്റെ മക്കളെ പഠിച്ചു വെച്ചോളൂ. ഏതാ? കൺവേർഷൻ ഓഫ് ക്രോമൈറ്റ് ഓർ ടു സോഡിയം ക്രോമേറ്റ്. രണ്ട്, conversion of sodium chromate to sodium dichromate. And last step, conversion of sodium dichromate to potassium dichromate. Clear alle? Clear alle mone? Ready aane? Yes. Okay aanu? Hello? Yes. അപ്പോൾ ഇതാണ് potassium dichromate preparation, very very important. Okay. And how will you account for the color of potassium dichromate crystals? എന്തുകൊണ്ടാണ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ക്രിസ്റ്റലിന് കളർ ഉണ്ടാവാൻ കാരണം? മക്കളെ അത് മറ്റൊരു എഫക്റ്റ് ആണ്. ഇറ്റ് ഈസ് കോൾഡ് ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ. ഇറ്റ് ഈസ് നോട്ട് ഡ്യൂ ടു DD ട്രാൻസിഷൻ. DD ട്രാൻസിഷൻ കാരണമല്ല പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ക്രിസ്റ്റൽസ് കളേർഡ് ആയത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട.
ഇവിടെ ആ ടേം പഠിച്ചു വെക്കണം. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും കാണാൻ പറ്റുമല്ലോ. ഓക്കെ, ഇവിടെ NCERT-യിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മോനെ CID മൂസ നീ ചെയ്യണം. NCERT-യിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രൂപത്തിൽ ചെയ്തു നോക്കണം. ഓക്കെ, റെഡി? യെസ്. സോ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ ക്ലിയർ ആണ്? പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ക്രിസ്റ്റൽസ് കളേർഡ് ആവാനുള്ള കാരണമാണ് പറഞ്ഞത് ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ. മക്കളെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യം, സ്ട്രക്ചർ ഓഫ് ക്രോമേറ്റ് ആൻഡ് ഡൈക്രോമേറ്റ്. സ്ട്രക്ചർ ഓഫ് ക്രോമേറ്റ് ആൻഡ് ഡൈക്രോമേറ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സ്ട്രക്ചർ ഓഫ് ക്രോമേറ്റ് ആൻഡ് ഡൈക്രോമേറ്റ്. CID മൂസ മോനെ പറ, ആരാണ് ക്രോമേറ്റ്? ഏത് സ്കൂളാണ് നീ പഠിക്കുന്നത്? പറയണ മോനെ. സോഡിയം അല്ലെ? സ്ട്രക്ചർ ഓഫ് ക്രോമേറ്റ് ആൻഡ് ഡൈക്രോമേറ്റ്. ആരുടെ സ്ട്രക്ചർ ആദ്യം പറയാൻ പോകുന്നു? ക്രോമേറ്റ്. ക്രോമേറ്റ് എന്ന് പറഞ്ഞാൽ CrO4 ആട്ടോ. ഇതിൻ്റെ കളറ് യെല്ലോ. എന്നാൽ ഡൈക്രോമേറ്റിന്റെ ഫോർമുല Cr2O7 വിച്ച് ഇസ് ഓറഞ്ച്. റെഡി? യെസ്. ഇനി എന്താ ക്രോമേറ്റിന്റെ കളർ? ക്രോമേറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ക്രോമേറ്റിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. CrO4 ടെട്രാഹൈഡ്രൽ മാനറിൽ 4 ഓക്സിജൻ അറ്റാച്ച് ചെയ്തു. മക്കളെ, ഓക്സിജന് സ്റ്റേബിൾ ആവണേ 2 ഇലക്ട്രോൺ കിട്ടണമല്ലോ. അപ്പോൾ ഡബിൾ ബോണ്ടിലൂടെ അറ്റാച്ച് ചെയ്തു, സ്റ്റേബിളായി. പക്ഷേ ഇയാൾക്ക് 1 ഇലക്ട്രോണേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അവൻ്റെ മുകളിൽ ഒരു മൈനസ് ചാർജ് കൊടുത്തോളൂ, ഇവൻ്റെ മുകളിൽ മൈനസ് കൊടുത്തോ. ഇതാണ് CrO4. അപ്പോൾ നിങ്ങൾ ചോദിക്കും, 2 ഡിഫറെൻറ്റ് ബോണ്ട് ലെങ്ത് ആണോ? ഈ ലെങ്ത്തും ഡിഫറെൻ്റ് ആണോ? അല്ല, ഈ 2 ബോണ്ടുകളും റെസൊണൻസിലൂടെ സെയിം ആവൂലേ? റെസൊണൻസ് പോസിബിൾ ആണ്. ഇവിടെ കോൺജുഗേഷനുണ്ട്. അപ്പോൾ ഈ ബോണ്ടുകളെല്ലാം ഒരേ ക്യാരക്ടറിലേക്ക് വരും. എല്ലാ ബോണ്ടുകളും ഒരേ ക്യാരക്ടറിലേക്ക് വരും. അപ്പോൾ വേണേ ഒന്ന് മാറ്റി വരയ്ക്കാം. എന്താ CrO4 യെസ്, this is CrO4 and in CrO4 all chromium oxygen bonds are equivalent. All CrO bonds are equivalent. എല്ലാ ക്രോമിയം ഓക്സിജൻ ബോണ്ടുകളും എന്താണ്? ഇക്വലന്റ് ആണ്. നോട്ട് ചെയ്യണം മോനെ CID മൂസ. ഓൾ CrO bonds are equivalent. മുഹമ്മദ് മുസ്തഫ മോനെ പറയണ, ഓൾ CrO bonds are equivalent. എന്നാൽ ഡൈക്രോമേറ്റിന്റെ സ്ട്രക്ചർ ആണ് കൂടുതൽ പ്രാധാന്യം. നോക്കൂ, ഇപ്പൊ ക്രോമേറ്റിന്റെ സ്ട്രക്ചർ കണ്ടു. അതുപോലെ ഡൈക്രോമേറ്റിന്റെ സ്ട്രക്ചർ Cr2O7 ഡൈക്രോമേറ്റ്. Cr2O7 ഡൈക്രോമേറ്റ്. മക്കളെ, ഡൈക്രോമേറ്റിന്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ 2 ടെട്രാഹൈഡ്രൽ യൂണിറ്റുകളാണ്. ഈ സിംഗിൾ ബോണ്ട് ഓക്സിജന്റെ മുകളിൽ മൈനസ് ചാർജ് കൊടുക്കും. അപ്പൊ പറയേണ്ട കാര്യം ഇവിടെ ഇവിടെ നോക്കൂ, 2 ടെട്രാഹൈഡ്രൽ യൂണിറ്റ്സ്, 2 ടെട്രാഹൈഡ്രൽ യൂണിറ്റുകളാണ്. 2 ടെട്രാഹൈഡ്രൽ യൂണിറ്റ്സ് ഷെയറിംഗ് ആൻ ഓക്സിജൻ ആറ്റം അറ്റ് ദ കോമൺ കോർണർ. ഷെയറിംഗ് ആൻ ഓക്സിജൻ ആറ്റം അറ്റ് ദ കോമൺ കോർണർ. സോ 2 ടെട്രാഹൈഡ്രൽ യൂണിറ്റ്സ് ഷെയറിംഗ് ആൻ ഓക്സിജൻ ആറ്റം അറ്റ് ദ കോമൺ വെർട്ടെക്സ് ഓർ കോമൺ കോർണർ. അതാണ് ഡൈക്രോമേറ്റിന്റെ സ്ട്രക്ചർ. ആൻഡ് ഇവിടെ ഈ മൈനസ് ചാർജ് ഈ പൈ ബോണ്ടുമായി റെസൊണേറ്റ് ചെയ്യും, ഇതായിട്ടും ചെയ്യും. അപ്പൊ ഈ ബോണ്ടെല്ലാം ഇക്വലൻ്റാണ്, ഈ ബോണ്ട് ഇക്വലൻ്റാണ്, ബട്ട് ഇങ്ങോട്ട് പോവില്ല. അതുകൊണ്ട് തന്നെ ഈ 2 ബോണ്ടുകളുടെ ബോണ്ട് ലെങ്ത്, ഈ ബോണ്ടുകളെ ബ്രിഡ്ജിങ് ബോണ്ട്സ് എന്നാ പറയാ. ദീസ് ബ്രിഡ്ജിങ് ബോണ്ട്സ്, 2 ക്രോമിയത്തെ കണക്ട് ചെയ്ത ബ്രിഡ്ജിങ് എലമെന്റ് ആണ് ഓക്സിജൻ. ഈ ബ്രിഡ്ജിങ് ബോണ്ടിന് പ്യുവർ സിഗ്മ ക്യാരക്ടർ ആണ്. ആൻഡ് ബ്രിഡ്ജിങ് ബോണ്ട്സ് ആർ സ്ലൈറ്റ്ലി ലോങ്ങർ ദാൻ ദ ടെർമിനൽ ബോണ്ട്സ്. ഏതൊക്കെ ടെർമിനൽ ബോണ്ട്സ്? 6 ടെർമിനൽ ബോണ്ട്സ് ഉണ്ട്. 6 ടെർമിനൽ ബോണ്ട്സിനേക്കാൾ ലോങ്ങർ ആണ് ബ്രിഡ്ജിങ് ബോണ്ട്സ്. സോ all CrO bonds are not equivalent. എന്താ പോയിന്റ്? All
CRO bonds are not equivalent. എല്ലാ ക്രോമിയം ഓക്സിജൻ ബോണ്ടുകളും എന്തല്ല? ഇക്വലന്റ് അല്ല. All CRO bonds are not equivalent. റെഡി ആണല്ലോ? എല്ലാ ക്രോമിയം ഓക്സിജൻ ബോണ്ടുകളും എന്തല്ല? ഇക്വലന്റ് അല്ല. ക്ലിയർ ആണോ? All CRO bonds are not equivalent. And bridging bonds are slightly longer than the terminal bonds. അപ്പോൾ എത്ര CRO bonds ഇക്വലന്റ് ആണ്? 1, 2, 3, 4, 5, 6. 6 CRO bonds ഇക്വലന്റ് ആണ്. 6 CRO bonds are equivalent. All CRO bonds are not equivalent. 6 CRO bonds are equivalent. Okay. And one more point you write. Bridging bonds are slightly longer than the terminal bonds. Bridging bonds are longer than terminal bonds. Clear ano? Bridging bonds are longer than terminal bonds. The other topic would describe lanthanide contraction. Write any two consequences of it. And the lanthanide contraction. The മക്കളെ ലാന്തനൈഡ് സീരീസിൽ സീരിയം മുതൽ സീരിയം, പ്രാസിയോഡിമിയം, നിയോഡിമിയം, പ്രൊമിത്തിയം, സെമേരിയം, യൂറോപ്പിയം എന്നൊക്കെ പറഞ്ഞു പോകും. അങ്ങനെ ആ സീരീസിൽ സീരിയത്തിൽ നിന്ന് അങ്ങ് ലുട്ടീഷ്യത്തിലേക്ക് പോകുന്ന സമയത്ത് സൈസിൽ ഉണ്ടാവുന്ന റെഗുലർ ഡിക്രീസ്, സ്റ്റഡി ബട്ട് സ്ലോ, വളരെ കുറഞ്ഞ അളവിൽ ഓൾമോസ്റ്റ് സ്റ്റഡി ആയിട്ട് ഒരു മെമ്പറിന് അടുത്ത മെമ്പറിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന അളവ് ഏകദേശം സെയിം ആണ്. ഓക്കെ. So what is lanthanide contraction? And the regular decrease in size of atoms and ions of lanthanoids. Atoms and ions of lanthanoids along the series. അപ്പോൾ വാട്ട് ഈസ് ലാന്തനൈഡ് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആൻസർ പഠിക്കണേ, പഠിക്കാതെ പോലെ. റെഗുലർ ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ആറ്റംസ് ആൻഡ് അയോൺസ് ഓഫ് ലാന്തനോയിഡ്സ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ ഓർ അലോങ് ദ സീരീസ്. റീസൺ ഈ 3 പോയിന്റ് പഠിച്ചോളാം, വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. റീസൺ എന്താ അറിയോ? ഇൻക്രീസ്ഡ് ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജിൽ ഉണ്ടാവുന്ന വർധനവ് സൈസ് കുറയാൻ കാരണമാണ്. ആൻഡ് poor shielding effect of 4f electrons. Poor shielding effect of ഏത് electrons? 4f electrons. Poor shielding effect of 4f electrons. Increased nuclear charge and poor shielding effect of 4f electrons. മക്കളെ ഈ ലാന്തനോയിഡ്സിലെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്ന 4f-ലേക്കാണ്, which offer very poor shielding effect, very weak shielding effect. ന്യൂക്ലിയർ ചാർജ് കൂടുന്നു, ഷീൽഡിംഗ് ദുർബലമാവുന്നു. സോ ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിൻ്റെ ഇൻഫ്ലുവൻസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഫീൽ ചെയ്യും. അത് കാരണം സൈസ് കുറഞ്ഞു പോയത്. റെഡിയാ? ഇത് പഠിച്ചു നോക്കുക കേട്ടോ, ഈ 2 പോയിന്റ് പഠിച്ചു നോക്കുക. ദെൻ എനി 2 കോൺസിക്വൻസസ് ഓഫ് ഇറ്റ്. എന്താ കോൺസിക്വൻസസ് ഓഫ് ലാന്തനൈഡ് കൺട്രാക്ഷൻ? 2 ഞാൻ പറയാം. 1, സെക്കൻഡ് ആൻഡ് തേർഡ് റോ ട്രാൻസിഷൻ സീരീസ് എലമെന്റ്സ് ഹാവ് സിമിലർ റേഡിയൈ. അതിന് എക്സാമ്പിൾ ആണ് zirconium and hafnium, which are known as chemical twins. ആരൊക്കെ? zirconium and hafnium. ഇത് സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിലുള്ള ആളാണ്, എന്നാൽ ഇയാൾ തേർഡ് ട്രാൻസിഷൻ സീരീസിലുള്ള ആളാണ്. ഇവരുടെ റേഡിയസ് ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. സോ കോൺസിക്വൻസസ് നിങ്ങൾ നോട്ട് ചെയ്യുക. സെക്കൻഡ് ആൻഡ് തേർഡ് റോ ട്രാൻസിഷൻ സീരീസ് എലമെന്റ്സ് ഹാവ് സിമിലർ റേഡിയൈ. എക്സാമ്പിൾ zirconium and hafnium. ഓക്കെ. കോൺസിക്വൻസസിൽ എന്താ ആദ്യ പോയിന്റ് പറഞ്ഞത്? സെക്കൻഡ് ആൻഡ് തേർഡ് റോ ട്രാൻസിഷൻ സീരീസ് എലമെന്റ്സ് ഹാവ് സിമിലർ റേഡിയൈ. എക്സാമ്പിൾ zirconium and hafnium. എക്സാമ്പിൾ ആരാ? zirconium and hafnium.
അതുപോലെ സൈസ് കുറയുന്ന കാരണം കോൺസിക്വൻസസ് ഓഫ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ. അടുത്തത് നിങ്ങൾ പറയേണ്ട ഡിക്രീസ് ഇൻ ബേസിക് സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രോക്സൈഡ്സ് ഓഫ് ലാന്തനോയിഡ്സ് അലോങ് ദ സീരീസ്. 2 ഡിക്രീസ് ഇൻ ബേസിക് സ്ട്രെങ്ത്. അതുകൊണ്ടാണ് ലാന്തനൈഡ് സീരീസിൽ ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോൾ ബേസിക് സ്ട്രെങ്ത് കുറയുന്നത്. കാരണം അവരുടെ അയോണുകളുടെ സൈസ് കുറയുന്നു. സൈസ് കുറയുമ്പം ആ ഹൈഡ്രോക്സൈഡ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ സ്ട്രോങ്ങർ ആവും. ആവുമ്പോൾ അയാളെ റിലീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. സോ ഡിക്രീസ് ഇൻ ബേസിക് സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രോക്സൈഡ്സ് ഓഫ് ലാന്തനോയിഡ്സ്. So, 2 consequences of lanthanide contraction എഴുതാൻ പറഞ്ഞു. So, these are the consequences of lanthanide contraction under number 2. അവരുടെ സെപ്പറേഷൻ ഡിഫിക്കൽട്ട് ആണെന്നുള്ളതും പറയാം. സിമിലാരിറ്റി ഇൻ സൈസ് ആണ് അതിനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ. DNF ബ്ലോക്ക് എലമെൻറ്റ്സ് കോൺഫിഗറേഷൻ പറഞ്ഞു, ട്രാൻസിഷൻ എലമെൻ്റ് എന്താണെന്ന് പറഞ്ഞു, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, അതിൻ്റെ റീസണുകൾ പഠിച്ചു. പിന്നീട് പൊട്ടാഷ്യം ഡൈക്രോമൈൻ്റെ പ്രിപ്പറേഷൻ പഠിച്ചു. അതുപോലെ KMnO4 പ്രിപ്പറേഷൻ നിങ്ങൾ പഠിക്കണം. പിന്നെ ലാന്തനൈഡ് കൺട്രാക്ഷൻ. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ.